ആ വിദേശ സംഭാവന നിയന്ത്രണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയതിനെതിരെ FCRA ചട്ടങ്ങൾ ഭേദഗതി വരുത്തിയതിനെതിരെ കേന്ദ്രവുമായി കൊമ്പ് കോർക്കുകയാണ് CPM. എന്താ CPM-ന് എന്താ അത്ര വലിയ താല്പര്യം? CPM മാത്രമല്ല, കോൺഗ്രസ്സുകാരുണ്ട്, അവര് FCRA, ഈ പള്ളിയിലച്ചന്മാരുണ്ട്. അത് വേറൊരു കഥയാണ്. പള്ളിയിലച്ചന്മാർ FCRA നിയമ ഭേദഗതിക്കെതിരെ ബഹളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തൽക്കാലം പാർലമെന്റിൽ അത് അവിടെ ഒന്ന് തൽക്കാലത്തേക്ക് അതെന്ത് ചെയ്തതാണ്, ഒന്ന് മാറ്റിവെച്ചതാണ്. അല്ലാതെ FCRA ചട്ട ഭേദഗതി നിയമത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്നോട്ട് പോകുന്നില്ല. നിങ്ങൾക്കറിയോ, ഈ FCRA ഫണ്ട് വാങ്ങുന്നത് 80 മുതൽ 90% വരെ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളാണെന്നേ. പിന്നെ ഈ പള്ളിയിലച്ചന്മാർക്ക് എന്താ കുരുവെട്ടുന്നത്? അവരാകെ 10-15% ആൾക്കാർ മാത്രമേ ഉള്ളൂ. CPM-കാരാവട്ടെ കാര്യമായിട്ട് ഇങ്ങനെ വിദേശ സംഭാവന അവർക്ക് കിട്ടുന്നില്ല. വിദേശത്ത് നിന്ന് ആര് CPM-ന് സംഭാവന നൽകാൻ? കോൺഗ്രസ്സുകാർക്ക് പിന്നെ ഈ സൊറോസുമായിട്ടുള്ള ഒരു അവിഹിത ബന്ധത്തിന്റെ ഒക്കെ പേരിൽ കോൺഗ്രസ് സംഘടനകൾക്കൊക്കെ കുറെ സംഭാവനകളൊക്കെ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. പക്ഷേ ഈ CPM-കാരുടെ ക്രമീകരണം എന്താണ്? CPM-കാർ എന്തിനു വേണ്ടിയിട്ടാണ് FCRA നിയമത്തിനെതിരെ ഇങ്ങനെ ഭയങ്കര എന്താ പറയാ രോഷം കൊള്ളുന്നത്? കാരണം FCRA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ മതഭീകരത വളർത്തുന്നത് SDPI പോലുള്ള, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള മതഭീകര സംഘടനകളാണ്. അതായത് 2006 മുതൽ 2022 വരെ, അതായത് PFI നിരോധിക്കുന്ന ആ കാലഘട്ടം വരെ ഇവർ ഏതാണ്ട് 36ഓളം വ്യത്യസ്ത അക്കൗണ്ടുകളിലായി ഏതാണ്ട് 300 കോടിയിലേറെ രൂപ ഇവർ വിദേശത്ത് നിന്ന് സമാഹരിക്കുകയും ഇവിടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അത് നിക്ഷേപിക്കുകയും ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മതഭീകര സംഘടനകൾ SDPI പോലെ, പോപ്പുലർ ഫ്രണ്ട് പോലെ, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഭീകര സംഘടനകളുടെ ഒരുപാട് ഉപസംഘടനകൾ വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനല്ല, ഇവിടെ മതഭീകരത വളർത്താൻ, ഇവിടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്താൻ, ഇവിടെ ഇസ്ലാമിക വിപ്ലവം ഉണ്ടാക്കാൻ, അതിനൊക്കെ വേണ്ടിയിട്ട്